എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ജോബ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്ന ആരോഗ്യ മേഖല ഉദ്യോഗാർത്ഥികൾക്ക് വളരെ മികച്ച ഒരു അവസരമാണ് എത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രമുഖ കേന്ദ്ര സായുധ സേനകളിലൊന്നായ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ CISF ASI പാരാമെഡിക്കൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് 2026 വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ്. ഫാർമസിസ്റ്റ്, എക്സ്റേ ടെക്നീഷ്യൻ, ലാബ് ടെക്നീഷ്യൻ എന്നീ തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്ന ഈ റിക്രൂട്ട്മെന്റിന്റെ എല്ലാ വിവരങ്ങളും ഇന്ന് വിശദമായിട്ട് നോക്കാം. ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദവിവരത്തിലോട്ട് കടക്കും മുമ്പായിട്ട് ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കാൻ അവർക്ക് ഉപകാരപ്പെടും. ആദ്യം തന്നെ ഈ റിക്രൂട്ട്മെന്റിന്റെ പ്രധാന ഹൈലൈറ്റുകൾ നോക്കാം. റിക്രൂട്ട്മെന്റ് നടക്കുന്ന സ്ഥാപനം CISF അഥവാ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. തസ്തികകൾ വന്നിട്ടുള്ളത് ASI ഫാർമസിസ്റ്റ്, ASI എക്സ്റേ ടെക്നീഷ്യൻ, ASI ലാബ് ടെക്നീഷ്യൻ ആണ്. ആകെ 24 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്ന തീയതി 2026 ജൂൺ 8 മുതലാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി വരുന്നത് 2026 ജൂലൈ 7 രാത്രി 11:59 വരെയാണ്. ഇനി പോസ്റ്റുകൾക്കനുസരിച്ചുള്ള ഒഴിവുകൾ നോക്കാം. ASI ഫാർമസിസ്റ്റിന് 18 ഒഴിവുകളും, ASI എക്സ്റേ ടെക്നീഷ്യന് 1 ഒഴിവും, ASI ലാബ് ടെക്നീഷ്യൻ 5 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ആകെ 24 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒഴിവുകളുടെ എണ്ണം പിന്നീട് വർദ്ധിക്കാനോ കുറയാനോ സാധ്യതയുണ്ട്. ഇനി ശമ്പളം നോക്കാം. ഈ നിയമനം ASI ലെവൽ പോസ്റ്റ് ആയതിന് പേ ലെവൽ 5 പ്രകാരമുള്ള ശമ്പളമാണ് ലഭിക്കുക. അടിസ്ഥാന ശമ്പളം ഏകദേശം 29,200 മുതൽ 92,300 വരെ ലഭിക്കും. ഇതുകൂടാതെ DAHRA, മെഡിക്കൽ ആനുകൂല്യങ്ങൾ, പെൻഷൻ സംബന്ധമായ NPS ആനുകൂല്യങ്ങൾ, മറ്റ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളും ലഭിക്കും. ഇനി വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. ASI ഫാർമസിസ്റ്റിന് +2 പാസ്സായിരിക്കണം. കൂടാതെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഫാർമസി ഉണ്ടായിരിക്കണം. ഫാർമസി ആക്ട് 1948 പ്രകാരമുള്ള രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിരിക്കണം. അടുത്ത് ASI എക്സ്റേ ടെക്നീഷ്യൻ ആണ്. +2 പാസ്സായിരിക്കണം. അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് 2 വർഷത്തെ ഡിപ്ലോമ ഇൻ റേഡിയോഗ്രാഫി ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് ASI ലാബ് ടെക്നീഷ്യൻ ആണ്. സയൻസ് വിഷയത്തോടെ +2 പാസ്സായിരിക്കണം. 2 വർഷത്തെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഉണ്ടായിരിക്കണം. ഇനി പ്രായപരിധി നോക്കാം. 2026 ജൂലൈ 7 അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുക. കുറഞ്ഞ പ്രായം 18 വയസ്സും പരമാവധി പ്രായം 28 വയസ്സാണ്. OBC വിഭാഗത്തിന് 3 വർഷ ഏജ് റിലാക്സേഷനും, SC/ST വിഭാഗത്തിന് 5 വർഷ ഏജ് റിലാക്സേഷനും, PWBD ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ ചട്ടപ്രകാരമുള്ള ഇളവുകൾ ലഭിക്കും. ഇനി തിരഞ്ഞെടുപ്പ് രീതി വളരെ ശ്രദ്ധിക്കണം. തിരഞ്ഞെടുപ്പ് വിവിധ ഘട്ടങ്ങളിലായിരിക്കും. ഒന്നാമത് റിട്ടൺ എക്സാമിനേഷൻ ആണ്. രണ്ടാമത്തേത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. മൂന്നാമത്തേത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. നാലാമത്തേത് ബേസിക് വൊക്കേഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അഞ്ചാമത്തേത് വരുന്നത് ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. അവസാനം മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി നിയമനം നൽകും. എഴുത്തു പരീക്ഷയിൽ വിജയിക്കുന്നവർക്കാണ് തുടർഘട്ടങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കുക. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സംബന്ധിച്ച് പറയാം. CISF ഒരു കേന്ദ്ര സായുധ സേനയായതിനാൽ മെഡിക്കൽ ഫിറ്റ്നസിനും ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിനും വലിയ പ്രാധാന്യമുണ്ട്. ഉയരം, നെഞ്ചളവ്, കാഴ്ചശക്തി തുടങ്ങിയ മാനദണ്ഡങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ നൽകിയിരിക്കുന്നത് പോലെ പാലിക്കണം. ഇനി അപേക്ഷ ഫീസ് സംബന്ധിച്ച വിവരങ്ങൾ കാണാം. ജനറൽ, OBC, EWS ഭാഗങ്ങൾക്ക് വിജ്ഞാപനത്തിൽ നിശ്ചയിച്ച ഫീസ് ഓൺലൈനായി അടയ്ക്കണം. SC/ST, വനിതകൾ, എക്സ് സർവീസ്മാൻ ഭാഗക്കാർക്ക് ഫീസ് ഇളവ് ലഭിക്കുന്നതാണ്. ഔദ്യോഗിക അപേക്ഷ ആരംഭിക്കുമ്പോൾ ഫീസ് വിവരങ്ങൾ വീണ്ടും പരിശോധിക്കാം. ഇനി അപേക്ഷ എങ്ങനെ നൽകാമെന്ന് കാണാം. ജൂൺ 8 മുതൽ CISF റിക്രൂട്ട്മെന്റ് പോർട്ടലിൽ പ്രവേശിക്കുക. ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുക. അടിസ്ഥാന വിവരങ്ങൾ നൽകുക. ഫോട്ടോ ഒപ്പ്, ആവശ്യമായി സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക. ഫീ പേയ്മെന്റ് അടയ്ക്കുക. ഫൈനൽ സബ്മിറ്റ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ഈ ജോലിയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. കേന്ദ്ര സർക്കാർ സ്ഥിര ജോലിയും ആകർഷകമായ ശമ്പളവുമാണ്. ഇന്ത്യയിലുടനീളമുള്ള പോസ്റ്റിംഗ് അവസരങ്ങൾ ലഭിക്കും. മെഡിക്കൽ മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് യൂണിഫോം ഫോഴ്സിൽ ജോലി ചെയ്യാനുള്ള അവസരമാണ്. ഭാവിയിൽ പ്രൊമോഷനും സാധ്യതയുണ്ട്. DAHRA ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും NPS പെൻഷൻ സംവിധാനവും ഉണ്ട്. അവസാനമായി പറയുകയാണെങ്കിൽ ഫാർമസി, റേഡിയോഗ്രാഫി, മെഡിക്കൽ ലാബ് ടെക്നോളജി മേഖലയിൽ ഡിപ്ലോമ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ CISF ASI പാരാമെഡിക്കൽ റിക്രൂട്ട്മെന്റ് 2026 വളരെ മികച്ച അവസരമാണ്. ഒഴിവുകൾ കുറവായതിനാൽ മത്സരം ശക്തമായിരിക്കും. അതിനാൽ യോഗ്യതയുള്ളവർ അപേക്ഷ ആരംഭിക്കുന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.